ഹലോ മക്കളെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് നമ്മുടെ +2 കമ്പ്യൂട്ടർ സയൻസിലെ മൂന്നാമത്തെ പാഠമായിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ വളരെ ചെറിയ ചാപ്റ്റർ ആണെങ്കിലും ഇവിടെ പഠിക്കാൻ നമുക്ക് 4 ആൾക്കാരുണ്ട്. അവരാണ് അൽഗോരിതങ്ങൾ. എല്ലാ വർഷവും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് എന്ത് അൽഗോരിതം. അപ്പൊ അൽഗോരിതം കൂടാതെ കുറച്ച് കാര്യങ്ങളോട് പഠിക്കാനുണ്ട്. അപ്പൊ അത് പറയുന്നത് നമുക്ക് ഇങ്ങോട്ട് പോവാം, നേരെ അൽഗോരിതത്തിലേക്ക് പോകട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ്, അല്ലെ? അതായത് ഡാറ്റ സ്ട്രക്ചേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്. ഈ ഒരു ഫിഗർ കണ്ടോടാ, ഈ ഫിഗർ ഇങ്ങനെ പഠിച്ചു വെക്കുക. ഇതൊന്ന് വിവരിച്ച് എഴുതി കഴിഞ്ഞാൽ ആൻസർ ആയി. ഓക്കെ അല്ലേ? അപ്പോ ഡാറ്റ സ്ട്രക്ചേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു എന്തൊക്കെയാ? സിമ്പിൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഓക്കെ, ഈ സിമ്പിൾ ഡാറ്റ സ്ട്രക്ചേഴ്സിനെ എഗെയിൻ ക്ലാസിഫൈ ചെയ്യാം ആരൊക്കെയായിട്ട്? നമ്മൾ ആദ്യം പഠിച്ച അറേ ആൻഡ് സ്ട്രക്ചർ ആയിട്ട്. ദെൻ കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സ് എഗെയിൻ രണ്ട് ടൈപ്പ് ഉണ്ട്, ലീനിയറും ഉണ്ട്, നോൺ ലീനിയർ ഉണ്ട്. നോൺ ലീനിയറിൽ വരുന്നതാണെന്ത്? ട്രീയും ഗ്രാഫും. ഇത് നമുക്ക് ഇപ്പൊ പഠിക്കാനില്ല. ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സിൽ വരുന്നതാണെന്ത്? സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. ഈ 3 ആൾക്കാരെയും അവരെ കുറിച്ചുള്ള ഓപ്പറേഷൻസ് ആണെന്ത് പിള്ളേര് ഈ പാഠം. ഇതാണ് ഡാറ്റ സ്ട്രക്ചേഴ്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ. എഗെയിൻ ഒരു തരത്തിലും കൂടെ എന്ത് ചെയ്യാം? ഡാറ്റ സ്ട്രക്ചേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ നമുക്ക് പറ്റും. ഡാറ്റ സ്ട്രക്ചേഴ്സ് ക്യാൻ ഓൾസോ ബി ക്ലാസിഫൈഡ് ആസ് സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നാം ഫിഗറിൽ കണ്ട ക്ലാസിഫിക്കേഷൻ ആണ്. രണ്ട് സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ആയിട്ടും ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ ആയിട്ടും നമുക്ക് ഇവരെ ക്ലാസിഫൈ ചെയ്യാം. എന്താണ് സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ എന്ന് നോക്കാം. ഇൻ സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ദ റെക്കോർഡ് മെമ്മറി ഈസ് അലോക്കേറ്റഡ് ബിഫോർ സ്റ്റാർട്ടിംഗ് ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം. പ്രോഗ്രാം എക്സിക്യൂഷന് മുൻപ് മെമ്മറി ലൊക്കേറ്റ് ചെയ്യുന്നതിനെ പറഞ്ഞ പേരാണ് സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ. ദർ സ്പേസ് വിൽ ബി ഫിക്സ്ഡ്. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഫിക്സ്ഡ് ആയിട്ടുള്ള സ്പേസ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നതിനെ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ. പക്ഷെ ഡൈനാമിക് അങ്ങനെയല്ല. ഇൻ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ മെമ്മറി വിൽ ബി അലോക്കേറ്റഡ് ഡ്യൂറിംഗ് എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം. എക്സിക്യൂഷന്റെ സമയത്ത് എന്ത് ചെയ്യുള്ളൂ? മെമ്മറി ലൊക്കേറ്റ് ചെയ്യുള്ളൂ. ഇങ്ങനത്തെ ഡാറ്റ സ്ട്രക്ചേഴ്സ് വിളിക്കുന്ന പേരാണ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഇവരെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന്റെ നേരത്ത് മെമ്മറി ലൊക്കേറ്റ് ചെയ്യുള്ളൂ. ഹെൻസ് മെമ്മറി എന്തായിരിക്കില്ല? ഫിക്സ്ഡ് ആയിരിക്കില്ല. ലിങ്ക്ഡ് ലിസ്റ്റ് It is an example for dynamic data structure. ഇത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് പിള്ളേരെ നമുക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പൊ പറയണം, നമ്മിപ്പോ 3 ആൾക്കാരെ പഠിക്കുന്നതിൽ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ ഒരാളേ ഉള്ളൂ. അതാരാ? ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ഓക്കെ, ദെൻ ഓപ്പറേഷൻസ് ഓൺ ഡാറ്റ സ്ട്രക്ചർ. ഇത് നമ്മൾ +1 അറേ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഓപ്പറേഷൻസ് ഓൺ ഡാറ്റ സ്ട്രക്ചർ? എക്സാം സിമ്പിൾ ആണെങ്കിൽ ഇവിടെ ചോദിക്കും. ട്രാവേഴ്സിംഗ്, പ്രോസസിംഗ് ഓൾ ദ എലമെന്റ്സ് ഫ്രം ഫസ്റ്റ് ടു ലാസ്റ്റ് ഈസ് നോൺ ആസ് ട്രാവേഴ്സിംഗ്. എല്ലാ എലമെന്റ്സിനെയും ഒന്ന് പ്രോസസ് ചെയ്യുന്നതിനെ പറയുന്നത്, വിസിറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ട്രാവേഴ്സിംഗ്. ദെൻ സെർച്ചിങ്, നമുക്ക് വേണ്ട എലമെന്റിനെ തപ്പി കണ്ടുപിടിക്കുന്നതിനെ പറയുന്നത്, സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതിനെ പറയുന്ന പേരാണ് സെർച്ചിങ്. പുതിയ എലമെന്റ് ആഡ് ചെയ്യുന്നതിന് ഇൻസേർഷൻ എന്ന് പറയും. ഉള്ള എലമെന്റിനെ കളയുന്നതിനെ ഡിലീഷൻ എന്ന് പറയും. അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിലേക്ക് ആക്കുന്നതിനെ സോർട്ടിംഗ് എന്ന് പറയും. രണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സിനെ ഒരുമിച്ച് ആക്കുന്നതിനെ മെർജിംഗ് എന്ന് പറയും. ഇത് വെറുതെ കഷ്ടപ്പെട്ട് കാണാതെ പഠിക്കേണ്ട, ഈ പേര് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കി എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്തതാണ് ഓവർഫ്ലോ ആൻഡ് അണ്ടർഫ്ലോ. ഒന്നുമില്ല പിള്ളേര്, ഓൾറെഡി നിറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റാക്കിലേക്കോ ക്യൂയിലേക്കോ പിന്നെയും ഇൻസേർട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്ത് സംഭവിക്കും? ഓവർഫ്ലോ സംഭവിക്കും. അതേമാതിരി ഓൾറെഡി എംപ്റ്റി ആയിരിക്കുന്ന ഒരു സ്റ്റാക്കിൽ നിന്നോ ക്യൂവിൽ നിന്നോ പിന്നെയും ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്ഥലം ഉണ്ടാവണം. പോകാൻ അറിയുന്നുണ്ടോ? ഇല്ല. അപ്പൊ സംഭവിക്കുന്ന എന്താണ്? അണ്ടർഫ്ലോ ആണ്. അപ്പൊ ഈ 2 ടോപ്പിക്കുകൾ വെരി ഇമ്പോർട്ടന്റ് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. എന്താ പറയുന്നത്? വൺസ് എ ഡാറ്റ സ്ട്രക്ചർ ഈസ് ഫുൾ ആൻഡ് വെൻ വി ആർ ട്രെയിൻ ടു add new item into it, it is called overflow. Already full ആണ്, പിന്നെ ആഡ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ overflow. Then when we are trying to remove an item from a data structure and if it is empty ആവുന്ന പിന്നെ റിമൂവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ it will goes underflow. ഓക്കെ അല്ലേടാ? ഓക്കെ, വേറൊരു ചോദ്യം വരാറുണ്ട് പിള്ളേര്. ലിങ്ക്ഡ് ലിസ്റ്റിൽ ഓവർഫ്ലോയും അണ്ടർഫ്ലോ ഉണ്ടാവില്ല. വൈ? ഓൾറെഡി നിറഞ്ഞിരിക്കുന്ന സ്റ്റാക്കിലേക്ക് പിന്നെ ആഡ് ചെയ്യാൻ നോക്കുമ്പോഴല്ല ഓവർഫ്ലോ. ലിങ്ക്ഡ് ലിസ്റ്റ് നിറഞ്ഞിരിക്കും? ഇല്ല, ഡൈനാമിക് ആണ്. ലിങ്ക്ഡ് ലിസ്റ്റ് ആൾ വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? വലുതാവുകയും ചെയ്യും, ചെറുതാവുകയും ചെയ്യും. അപ്പൊ ലിങ്ക്ഡ് ലിസ്റ്റ് ഒരിക്കലും നിറയാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ലിങ്ക്ഡ് ലിസ്റ്റിൽ എന്തുണ്ടാവില്ല? ഓവർഫ്ലോ ഉണ്ടാവില്ല. വൈ? ബിക്കോസ് ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത ആളാണ് നമ്മളുടെ മെയിൻ ആള്, സ്റ്റാക്ക്. അപ്പൊ ഇവിടുന്ന് പല രീതിക്ക് ചോദിക്കും. എന്താണ് സ്റ്റാക്ക് എന്ന് ചോദിക്കും, എന്താണ് ക്യൂ എന്ന് ചോദിക്കും, ഇവര് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും. 4 അൽഗോരിതം ഉണ്ട്, അവരെയും ചോദിക്കും. അപ്പൊ ഈ പാഠത്തിൽ ഏറ്റവും കോർ പോർഷൻ ഇവരാണ്. ഫസ്റ്റത്തെ ആള് സ്റ്റാക്ക് ആണ് അല്ലെ? സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ തന്നെ എന്താ ആലോചിക്കുക? ഇഡ്ലിച്ചമ്പ് ആലോചിക്കുക അല്ലെ? 1 by 1 ഇഡ്ലി തട്ട് വെക്കും അല്ലെ? ദെൻ ഇഡ്ലി കുക്ക് ചെയ്ത ശേഷം എന്ത് ചെയ്യൂടെ? 1 by 1 വെള്ളിൽ നിന്ന് എടുക്കും അല്ലെ? അതായത് ഫസ്റ്റ് വെച്ച ആളെ ലാസ്റ്റ് എടുക്കുള്ളൂ അല്ലെ? ഫസ്റ്റിൻ അല്ല, ലാസ്റ്റ് തിരിച്ചു പറയാം അല്ലെ? ലാസ്റ്റ് വെച്ച ആളെ ഫസ്റ്റ് എടുക്കും അല്ലെ? അപ്പൊ എന്ന് പറയാ ലാസ്റ്റിൻ ഫസ്റ്റ് ഔട്ട്, ലിഫോ അല്ലെ? ഒരു ഇഡ്ലി ചെമ്പിൽ അങ്ങനെയല്ലേ? ലാസ്റ്റ് വെച്ച ആളെ ഫസ്റ്റ് എടുക്കും, ലാസ്റ്റ് വെച്ച ആളെ
ഫസ്റ്റ് എടുക്കും അല്ലെ. സോ വാട്ട് ഇസ് എ സ്റ്റാക്ക്? A stack is a data structure in which items are placed and removed from top. മേളിൽ നിന്ന് തന്നെ വെക്കുന്നു, മുകളിൽ നിന്ന് തന്നെ എടുക്കുന്നു അല്ലെ. The last item entered is first take out. ലാസ്റ്റ് വന്ന ആളെ ഫസ്റ്റ് എടുക്കുന്നു. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ലിഫോ. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ അല്ലേടാ? സിമ്പിൾ അല്ലേടാ? ഓക്കെ അല്ലേ? ഇപ്പൊ ലിഫോ എന്താന്ന് പഠിക്കണം, എന്താണ് സ്റ്റാക്കിംഗ് പഠിക്കണം. ഇനി സ്റ്റാക്കിൽ ഇൻസേർഷൻ ഡിലീഷൻ നടക്കുന്ന ഈ എൻഡിനെ പറയുന്ന പേരുണ്ടല്ലോ, ഇതിനെ പറയുന്ന പേരാണ് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. ഓക്കെ, ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. അപ്പൊ ഇനി സ്റ്റാക്കില് രണ്ട് ഓപ്പറേഷൻസ് ഉണ്ട്. ഓപ്പറേഷൻസ് ഓൺ സ്റ്റാക്ക് എന്തൊക്കെയാ? രണ്ട് ഓപ്പറേഷൻസ് ആണ് സ്റ്റാക്കിലേക്ക് ഉള്ളത്. സ്റ്റാക്കിലെ ഇൻസേർഷൻ ഓപ്പറേഷനെ പറയുന്ന പേരാണ് പുഷ് ഓപ്പറേഷൻ, ഡിലീഷൻ ഓപ്പറേഷനെ പറയുന്ന പേരാണ് പോപ്പ് ഓപ്പറേഷൻ. അപ്പൊ സ്റ്റാക്കില് രണ്ട് ഓപ്പറേഷൻ മക്കളെ ഉള്ളത് എന്തൊക്കെയാ? പുഷ് ഓപ്പറേഷൻ ഉണ്ട്, പോപ്പ് ഓപ്പറേഷൻ ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ആരാ? പുഷ് ഓപ്പറേഷനെ പറ്റിയിട്ടാണ്. അപ്പൊ പുഷ് ഓപ്പറേഷൻ അൽഗോരിതം ആണെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താ പുഷ് ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്പറേഷനെ പറയുന്ന പേരാണെന്ത്? പുഷ് ഓപ്പറേഷൻ. ഇതാണ് പുഷ് ഓപ്പറേഷന്റെ അൽഗോരിതം. അപ്പൊ എപ്പോഴും അൽഗോരിതം എന്ന് വെച്ചാൽ അൽഗോരിതം ഈസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പ്രോബ്ലം അല്ലെ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുക? സ്റ്റാർട്ട് കൊടുക്കുക. ലാസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും എന്ത് ചെയ്യുക? സ്റ്റോപ്പ് കൊടുക്കുക അല്ലെ. ഓക്കെ, ഇനി നമുക്ക് ഒരു സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇതാണ് ഒരു സ്റ്റാക്ക്. ഓൾറെഡി കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കാം. 0 1 2 3 n വരെ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? n ആൾക്കാർ, അതായത് നമ്മളുടെ കേസിൽ 0 1 2 3 4 n ഈക്വൽ ടു 4 ആണ്. ലാസ്റ്റത്തെ ആള് n ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇപ്പൊ ഈ സ്റ്റാക്കിൽ ആരുമില്ല. ഈ സ്റ്റാക്കിൽ ഇപ്പൊ ആരുമില്ല. ദാറ്റ് മീൻസ് ഇതാണ് ഇവിടുത്തെ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. ഈ സ്റ്റാക്കിൽ ഇപ്പൊ ആരുമില്ല അല്ലേ? ഈ സ്റ്റാക്കിൽ ആരുമില്ല, അതായത് -1 നിൽക്കുന്നത്. നമുക്കിപ്പോ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ എന്താണ്? ആളെ ഇൻസേർട്ട് ചെയ്യാനുള്ള സ്ഥലം വേണം അല്ലെ. ആളെ ഇൻസേർട്ട് ചെയ്യാൻ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പുഷ് ഓപ്പറേഷൻ നടത്താം. ഇവിടെ നോക്കി, ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് -1 ഇത്രയും സ്ഥലമുണ്ട്. ഇത് കയറി 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 ഇവിടെ വരാൻ വരെ, അവിടെ വരെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം അല്ലെ. ഓക്കെ അല്ലേ? അപ്പൊ സ്ഥലം ഉണ്ടെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം. അപ്പൊ പുഷ് ഓപ്പറേഷൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്ന കണ്ടീഷനാണ് സ്ഥലം ഉണ്ടോ. നോക്കും, ഇഫ് ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ലെസ് ദാൻ n, ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് n-നേക്കാൾ കുറവാണെങ്കിൽ സ്ഥലമുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻസേർട്ട് ചെയ്യാം. ഇനി എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം? ആദ്യം ടോസ് ഈക്വൽ ടു ടോസ് പ്ലസ് 1. ടോസിനെ 1 കൂട്ടണം. ആദ്യം ടോസ് ഇവിടെ ആയിരുന്നു. ടോസ് ഈക്വൽ എന്ത് ചെയ്തു? ടോസ് പ്ലസ് 1. ഇപ്പൊ ഇതാണ് ടോസ്. എന്ത് ചെയ്യാം? സ്റ്റാക്ക് ടോസ് ഈക്വൽ ടു വാല്യൂ. സ്റ്റാക്കിന്റെ ടോസിലേക്ക് ആരെ വെച്ചു? വാല്യൂനെ വെച്ചു. ഇൻസേർട്ട് ആയില്ലേ? ഒന്ന് വിളിച്ച് നോക്കിയാലോ. ഇപ്പൊ ടോസ് എത്രയാണ്? 0 ആണല്ലേ. n4 അല്ലേ? ടോസ് ലെസ് ദാൻ n അല്ലേ? 0 ലെസ് ദാൻ n ആണ്. അതെ, സ്ഥലമുണ്ട്. ഇൻസേർട്ട് ചെയ്യാൻ എങ്ങനെ ചെയ്യും? ടോസ് ഈക്വൽ ടു ടോസ് പ്ലസ് 1. ടോസിനെ 1 കൂട്ടാം. ഇപ്പൊ ഇതാണ് ടോസ്. ദെൻ സ്റ്റാക്ക് ടോസ് ഈക്വൽ ടു വാല്യൂ. സ്റ്റാക്കിന്റെ ടോസിലേക്ക് ആരെ വെച്ചു? വാല്യൂ വെച്ചു. വാല്യൂ 1. ഇൻസേർട്ട് ആയില്ലടാ. ഒന്നുകൂടെ ചെയ്യാലോ. എങ്ങനെ ചെയ്യും? ടോസ് എത്രയാ? 1 ആണ് അല്ലെ. ടോസ് ലെസ് ദാൻ n ആണ്. യെസ്, കറക്റ്റ് ആണ്. സ്ഥലം ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? ടോസ് ഈക്വൽ ടു ടോസ് പ്ലസ് 1. ടോസ് 1 കൂട്ടാ. സ്റ്റാക്ക് ടോസ് ഈക്വൽ ടു വാല്യൂ. വാല്യൂന് വെക്കാം. ഓക്കെ, ഒന്നുകൂടെ ചെയ്യാൻ പറ്റൂലടാ. ടോസ് ഇപ്പോ 2 ആണ്. 2 ലെസ് ദാൻ n ആണ്. ടോസ് ഈക്വൽ ടു ടോസ് പ്ലസ് 1. ഇതാണ് ഇപ്പൊ ടോസ്. സ്റ്റാക്ക് ടോസ് ഈക്വൽ ടു വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ വാല്യൂ. ഓക്കെ അല്ലേടാ? ഇപ്പൊ ടോസ് 3 ആണ് അല്ലെ. ഇപ്പോൾ കണ്ടീഷൻ നോക്കി, ടോസ് ലെസ് ദാൻ n അല്ലേ? സ്ഥലം ഇല്ലേ? ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. അപ്പൊ എന്ത് ചെയ്യാ? ടോസ് ഈക്വൽ ടു ടോസ് പ്ലസ് 1. ഇതാണ്ടാ ഇപ്പൊ ഇവനാണ് ടോസ്. സ്റ്റാക്ക് ടോസ് ഈക്വൽ ടു വാല്യൂ. വാല്യൂ വെച്ചു. ഇപ്പൊ നമ്മളുടെ സ്റ്റാക്കിൽ നിന്ന് ഇറങ്ങിയാൽ ഇനി പറ്റുമോ നോക്കാം. ടോസ് ലെസ് ദാൻ n ആണോടാ? ടോസിന്റെ വാല്യൂ 4 ആണ്. n-ന്റെ വാല്യൂ 4 ആണ്. ടോസ് ലെസ് ദാൻ n അല്ല. ടോസ് ഈക്വൽ ടു n ആയി. അപ്പൊ ഇനി ചെയ്യാൻ പറ്റൂടാ? ഇല്ല. ഇനി ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സംഭവിക്കും, ഓൾറെഡി നിറഞ്ഞ സ്റ്റാക്കിലേക്ക് പിന്നെ ഫിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് മാതിരിയാവും. ഇറ്റ് വിൽ പ്രിന്റ് സ്റ്റാക്ക് ഓവർഫ്ലോ. എൻഡ് ഓഫ് ഇഫ്. ഇതാണ് പിള്ളേർ എന്ത്? പുഷ് ഓപ്പറേഷന്റെ അൽഗോരിതം. ഓക്കെ അല്ലേടാ? അപ്പൊ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട എന്താ? സ്ഥലം ഉണ്ടാന്ന് നോക്കണം. സ്ഥലം ഉണ്ടാന്ന് നോക്കുന്ന കണ്ടീഷൻ ആണ് എന്ത്? ടോസിന്റെ വാല്യൂ ഇതിനേക്കാൾ കുറവായിരിക്കണം. ഇനി ഓൾറെഡി നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കണം? ഓവർഫ്ലോ സംഭവിക്കും. ഓക്കെ അല്ലേ? ഇതാണ് പുഷ് ഓപ്പറേഷന്റെ അൽഗോരിതം. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റാക്കിൽ നിന്ന് ഡിലീറ്റും ചെയ്യാം. അപ്പോ ഡിലീറ്റ് ചെയ്യാനുള്ളൊരു കണ്ടീഷൻ ഉണ്ട് അല്ലെ. ഒരു സ്റ്റാക്കിൽ നിന്ന് ആൾക്കാരെ ഡിലീറ്റ് ചെയ്യണമെന്നുള്ള കണ്ടീഷൻ എന്തായിരിക്കണം? അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും അവിടെ വേണം. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ടോപ്പിൽ വേണം. അതാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം അല്ലെ. ഞാൻ ജസ്റ്റ് പൊസിഷൻ മാർക്ക് ചെയ്യണം. ഇത് -1, ഇത് 0, ഇത് 1, ഇത് 2. ഓക്കെ അല്ലേ? ഇതൊക്കെ വാല്യൂസ് ആണെന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മളുടെ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ആരാണ്? 2 ആണ് അല്ലെ. അതായത് ഇപ്പൊ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് 2 ആണ്. ഞാൻ ഇയാളെ കളഞ്ഞു കഴിഞ്ഞാല്, അയ്യോ എല്ലാരും ഇവിടെ പോയി. ഓക്കെ, ഞാൻ ഇയാളെ കളഞ്ഞു കഴിഞ്ഞാല്
ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് 1 പറഞ്ഞ് 1 ആകും അല്ലെ. ഞാൻ ഇവനെ കളഞ്ഞു കഴിഞ്ഞാലോ, ഇവിടെ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് പിന്നെയും താഴേക്ക് പോയി. ഞാൻ ഇവനെയും കൂടെ കളഞ്ഞു കഴിഞ്ഞാലോ, ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ഇവിടേക്ക് പോയി അല്ലെ. അതായത് സ്റ്റാക്ക് എം ടി ആയി. ഇനി കളയാൻ നോക്കി കഴിഞ്ഞാലുള്ള അണ്ടർഫ്ലോ സംഭവിക്കും. അതായത് എം ടി സ്റ്റാക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ ഒരു സ്റ്റാക്ക് എം ടി ആവും നോക്കാം. ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് -1 ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് -1 സ്റ്റാക്ക് എം ടി ആണ്, ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡിലീറ്റ് ചെയ്യാൻ പോകുമ്പോൾ നോക്കേണ്ട ആദ്യത്തെ കണ്ടീഷൻ എന്താ, എം ടി ആണോ നോക്കുക. ആണെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എം ടി ആണോ ഞാൻ നോക്കും. ഇഫ് ടോസ് ഗ്രേറ്റർ ദാൻ -1 -1 മേളിലാണെങ്കിൽ ആളുണ്ടെന്ന് അർത്ഥം അല്ലെ. അപ്പൊ നോക്കി, ഇതാണ് ടോസ് ഗ്രേറ്റർ ദാൻ ടോസ് 0 ആണ് അല്ലെ. -1 കൂടുതലല്ലേടാ. ഇപ്പൊ ടോസ് 1 ആണ്, -1 കൂടുതലല്ലേടാ. ഇപ്പൊ ടോസ് 2 ആണ്, -1 കൂടുതലല്ലേടാ. അതായത് ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിന്റെ വാല്യൂ, ടോപ്പിലുള്ള ആളുടെ വാല്യൂ -1 കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും സ്റ്റാക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെ ചെയ്യാം, ഇഫ് ടോസ് ഗ്രേറ്റർ ദാൻ -1, അതെ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്, വാല്യൂ ഈക്വൽ ടു സ്റ്റാക്ക് ടോസ്. സ്റ്റാക്കിന്റെ ടോസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, വാല്യൂ കളയാം. അതെ സ്റ്റാക്കിന്റെ ടോസ് ചെയ്യുന്ന ആരെ കളഞ്ഞു, വാല്യൂനെ കളഞ്ഞു. ഇനി ഇയാളല്ല ടോസ് അല്ലെ, ടോസ് ചെയ്യുന്ന വാല്യൂനെ കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്റ്റാക്കിന്റെ ടോസ് ചെയ്യുന്ന വാല്യൂ കളഞ്ഞു കഴിഞ്ഞാൽ ഇനി ആരാ ടോസ്, 1 ആണ് ടോസ് അല്ലെ. അപ്പൊ സ്റ്റാക്കിന്റെ ടോസ് ചെയ്യുന്ന വാല്യൂനെ കളഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കും, ടോസ് ഈക്വൽ ടു ടോസ് -1 ഒന്ന് പറഞ്ഞ് കണക്കി. എഗെയിൻ ഒന്നുകൂടെ കളയാലോ, ടോസ് ഗ്രേറ്റർ ദാൻ -1. അതെ -1 കൂടുതലല്ലേ ടോസ് വെക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കളയാം. എങ്ങനെ കളയും, വാല്യൂ ഈക്വൽ ടു സ്റ്റാക്ക് ടോസ്. സ്റ്റാക്കിന് ടോസ് ചെയ്യുന്ന വാല്യൂ പോയി കഴിഞ്ഞാൽ ടോസ് ഈക്വൽ ടു ടോസ് -1. ഇനിയിപ്പോ ഇവനാണ് ടോസ്. എഗെയിൻ ഒന്നുകൂടെ കളയാൻ പറ്റൂല, ടോസ് ഗ്രേറ്റർ ദാൻ -1. ഇപ്പൊ ടോസ് 0 ആണ്, ഗ്രേറ്റർ ദാൻ -1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളയാൻ പറ്റും. എങ്ങനെ കളയാം, വാല്യൂ ഈക്വൽ ടു സ്റ്റാക്ക് ടോസ്. സ്റ്റാക്കിന്റെ ടോസിൽ നിന്നും വാല്യൂ കളഞ്ഞെന്ന് സംഭവിക്കും, ടോസ് ഈക്വൽ ടു ടോസ് -1. ടോസ് 1 പറഞ്ഞിട്ട് -1 ആവും. ഇപ്പൊ നോക്കി, ടോസ് ഗ്രേറ്റർ ദാൻ -1 ആണോ, അല്ല. ഇപ്പൊ ടോസ് -1 ആണ്, ആരുമില്ല. ഇനി കളയാൻ നോക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ കോസ് സ്റ്റാക്ക് അണ്ടർഫ്ലോ. ഓക്കെ അല്ലടാ. അപ്പൊ ആളുണ്ടോന്ന് നോക്കാം, ആളുണ്ടെങ്കിൽ കളയാ കുറയ്ക്കുക. അപ്പൊ ആളുണ്ടോന്ന് നോക്കി, ആളുണ്ടെങ്കിൽ കളഞ്ഞു കുറച്ചു, ആളുണ്ടോന്ന് നോക്കി, ആളുണ്ടെങ്കിൽ കളഞ്ഞു കുറച്ചു. ലാസ്റ്റ് എല്ലാവരും കഴിയുമ്പോൾ എന്ത് സംഭവിക്കോടാ, ഇനി കളയാൻ നോക്കി കഴിഞ്ഞാൽ അണ്ടർഫ്ലോ സംഭവിക്കും. ഇതാണ് എന്ത് പിള്ളേര്, പോപ്പ് ഓപ്പറേഷൻ. പോപ്പ് ചെയ്ത് കളയാം. അപ്പൊ പുഷ് ഓപ്പറേഷൻ അൽഗോരിതം സെറ്റ് ആയിട്ടുണ്ട്, പോപ്പ് ഓപ്പറേഷൻ അൽഗോരിതം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത ആളിലേക്ക് പോവാം. അടുത്ത ആളാര്, ക്യൂ. നമുക്കറിയാലോ ക്യൂവിന്റെ കാര്യം. Q is a data structure in which items are added at the rear end and removed from the front end. അതായത് നമ്മൾ ക്യൂവിൽ വന്ന് നിൽക്കുമ്പോൾ ആൾക്കാർ വന്ന് കയറി പറഞ്ഞ ബാക്കിൽ നിന്ന് റെയർ എൻഡിൽ നിന്നാണ് അല്ലെ, ആൾക്കാർ ഇറങ്ങിപ്പോയിരുന്നാണ് ഫ്രണ്ട് എൻഡിൽ നിന്നാണ്. അതേ കഥ തന്നെയാണ്. അപ്പൊ Q is a data structure. അവിടെ ആൾക്കാർ വന്ന് കയറാം ഏതെൻഡിൽ നിന്നാ, റെയർ എൻഡിൽ നിന്നാണ്. ഇൻസേർഷൻ അറ്റ് റെയർ എൻഡ്, അതായത് ഓരോ ഇൻസേർഷനിൽ റെയർ എൻഡ് കയറി വരും. ദെൻ ഡിലീഷൻ പറഞ്ഞാണ് അത് ഫ്രണ്ട് എൻഡിൽ നിന്നാണ്. അപ്പൊ ഓരോ ഡിലീഷനിലും ഫ്രണ്ട് എൻഡ് കയറി വരും. ഓക്കെ അല്ലേ. അപ്പൊ ഓരോ ഇൻസേർഷനിലും റെയർ എൻഡ് കയറി വരും, ഓരോ ഡിലീഷനിലും ഫ്രണ്ട് എൻഡ് കയറി വരും. ഇത് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യൂവിന്റെ ഇൻസേർഷനും ഡിലീഷനും നോക്കാം. ഹെൻസ് ക്യൂ ഫോളോസ് ഫിഫോ. നമുക്കറിയാം അല്ലെ, ക്യൂവിൽ ഫസ്റ്റ് വന്ന ആൾക്ക് ഫസ്റ്റ് ഇറങ്ങി പോകാൻ പറ്റൂല. അതിന് പറയുന്ന പേരാണ് ഫിഫോ. ഫുൾ ഫോം എന്താ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. സ്റ്റാക്കിൽ എങ്ങനെയായിരുന്നു, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലിഫോ. ക്യൂവിൽ എങ്ങനെയാണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫിഫോ. എങ്ങനെ അൽഗോരിതം വർക്ക് ആവാം, ക്യൂവിന്റെ ഇൻസേർഷൻ അൽഗോരിതം വർക്ക് ആവുന്നു. ഓക്കെ. അപ്പോ ഇതാണ് നമ്മളുടെ ക്യൂ. ഓക്കെ, ഞാൻ ഇതിനെ കുറിച്ച് നമ്പേഴ്സ് കൊടുക്കുന്നു. 0 1 2 3 4 -1. ഓക്കെ അല്ലടാ. ഈ ക്യൂവിൽ ഇപ്പൊ ആരുമില്ല. അതായത് ഫ്രണ്ടും റെയറും എവിടെയാണ്, -1ലാണ്. ഇതൊന്നും മനസ്സിൽ വെച്ചേക്കണം. എം ടി ക്യൂവിന്റെ കണ്ടീഷനാണ് ഫ്രണ്ടും റെയർ എവിടെ ഇരിക്കും, -1ലായിരിക്കും. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് എം ടി ക്യൂവിലാണ്. അപ്പൊ ക്യൂ എം ടി ആണോന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ ക്യൂ എം ടി ആണോന്ന് ചെക്ക് ചെയ്യാം, ക്യൂ എം ടിയുടെ കണ്ടീഷൻ എന്താ, ഫ്രണ്ടും റെയർ എവിടെ ഇരിക്കും, -1ലായിരിക്കും. അതാണ് ഇൻസേർഷന്റെ ഫസ്റ്റ് കണ്ടീഷൻ. ഇഫ് റെയർ ഈക്വൽ ടു -1, റെയർ -1ലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രണ്ടിനെ റെയറിനെയും കൊണ്ട് 0 സെറ്റ് ചെയ്യണം. അതായത് ഇവർ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഫ്രണ്ടിനെയും റെയറിനെയും കൊണ്ട് എവിടെ സെറ്റ് ചെയ്യണം, 0 സെറ്റ് ചെയ്യണം. ഇപ്പൊ ഇതാണ് ഫ്രണ്ടും റെയറും. അതെന്തുകൊണ്ടായിരിക്കും, ഫസ്റ്റത്തെ എലമെന്റിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. ഒരു ക്യൂവിന് ഒരാളെ ഉള്ളൂ എന്ന് വിചാരിക്കാം, അയാള് തന്നെയല്ലടാ ഫ്രണ്ടും, അയാള് തന്നെയല്ലടാ ബാക്കും. ഒരാളൊരു ക്യൂവിലുള്ളൂ,
ആള് വരുന്നപ്പോ എന്ത് ഫ്രണ്ട്, ആള് വരുന്നപ്പോ എന്ത് ബാക്കും. സോ ഫസ്റ്റത്തെ ആൾ ഇൻസേർട്ട് ചെയ്യാൻ മാത്രം ഫ്രണ്ടിനെയും കയറ്റണം, റെയറിനെയും കയറ്റണം. നമുക്കറിയാം ഇൻസേർഷൻ നടക്കുന്നത് റെയർ എൻഡിലാണ്, റെയർ മാത്രം കയറ്റിക്കൊണ്ട് പോയാൽ മതി. പക്ഷേ ഫസ്റ്റത്തെ ആളുടെ കേസിൽ മാത്രം എന്ത് ചെയ്യണം, ഫ്രണ്ടും കയറ്റണം റെയറും കയറ്റണം. വൈ? ഒരു ക്യൂവിൽ ഒരാളുള്ളൂവെങ്കിൽ ഫ്രണ്ടും റെയറൊക്കെ അയാൾ തന്നെയാണ്. സോ MTQ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഫ്രണ്ടും ഒന്ന് കൂട്ടണം, റെയറും ഒന്ന് കൂട്ടി സീറോയിലേക്ക് വെക്കണം. സോ MTQ ആയിരുന്നു, യെസ് MTQ ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്തു, ഫ്രണ്ട് ഈക്വൽ ടു റെയർ ഈക്വൽ ടു 0, രണ്ടുപേരും അവിടെ കൊണ്ടുവച്ചു, 0 കൊണ്ടുവച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്യൂ റെയർ ഈക്വൽ ടു വാല്യൂ, ക്യൂവിൻ റെയറിലേക്ക് എന്ത് ചെയ്യാം, വാല്യൂ ആഡ് ചെയ്യാം, വാല്യൂ വന്നു. ഓക്കെ അല്ലേ? ഇനി നോക്കാം, ഇഫ് റെയർ ഈക്വൽ ടു -1, റെയർ -1 ആണോടാ? അല്ല. ഇനി ഈ കണ്ടീഷൻ നോക്കേണ്ട കാര്യമില്ല, ഇത് ഒറ്റ പ്രാവശ്യം നോക്കിയാൽ മതി. ഫസ്റ്റത്തെ ആൾക്ക് മാത്രമാണെന്ന് ഈ 3 വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി ആരെ മാത്രം കയറ്റിയാൽ മതി, ക്യൂവില് ഇൻസേർഷൻ നടക്കുക റയറിന്റിലാണ്. അപ്പൊ ആരെ മാത്രം കയറ്റിക്കൊണ്ടുപോയാൽ മതി, റയറിന്റെ മാത്രം കയറ്റിക്കൊണ്ടുപോയാൽ മതി. എവിടെ വരെ കയറ്റാൻ പറ്റൂടാ, n ഈക്വൽ ടു 4 ആണ് അല്ലെ, അവിടെ വരെയും കയറ്റാൻ പറ്റും. അപ്പൊ അടുത്ത കണ്ടീഷൻ ആണ് എന്ത്, ഇനി എന്താ നോക്കേണ്ടത്, ഈ ക്യൂവില് എന്തോരം സ്ഥലം ഉണ്ടോ അവിടെ വരെ കയറ്റാം, സ്ഥലം ഉണ്ടോ കയറ്റാം. അപ്പൊ ഇനി നോക്കേണ്ട കണ്ടീഷൻ എന്താ, സ്ഥലം ഉണ്ടോ എന്ന് നോക്കാൻ പറ്റും. ഇഫ് റയർ ലെസ് ദാൻ n അല്ലെ, റയർ ലെസ് ദാൻ n, എന്നിനേക്കാൾ കുറവാണ് റയർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ഥലം ഉണ്ടെന്ന് അർത്ഥം അല്ലെ. അപ്പൊ നോക്കി, നമ്മളുടെ റയർ എത്രയാണ്, അപ്പൊ 0 ആണ്, n എത്രയാണ് 4 അല്ലേ, സ്ഥലം ഇല്ലേ. സ്ഥലം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, റയർ ഈക്വൽ ടു റയർ +1, റയറിന് എന്ത് ചെയ്യാം, റയറിന് ഒന്ന് കൂട്ടാം, റയറിന് ഒന്ന് കൂട്ടിയിട്ട് എന്ത് ചെയ്യാം, റയർ ഈക്വൽ ടു റയർ +1. ഇതാണ്ടേ ഇപ്പൊ ഇവനാണ് റയർ. ദെൻ എന്ത് ചെയ്യാം, ക്യൂ റയർ ഈക്വൽ ടു വാല്യൂ, ക്യൂവിൻ റയറിലേക്ക് എന്ത് ചെയ്യാം, വാല്യൂ ആഡ് ചെയ്യാം. നമുക്കറിയാം ഇൻസേർഷൻ നടക്കുക എഴുതേണ്ടില്ല, റയറിലാണ്. ഓക്കെ, ഇനിയും ചെയ്യാൻ പറ്റൂലോ. കണ്ടീഷൻ എന്താ, റയർ ലെസ് ദാൻ n, റയർ എന്നിനേക്കാൾ ലെസ് ദാൻ കുറവല്ലേ, കൂട്ടാലോ. എങ്ങനെ കൂട്ടും, ആദ്യം റയർ ഒന്ന് ചാടിക്കണം, ഇതാണ് റയർ എന്ന് പറയണം. ദെൻ എന്ത് ചെയ്യാം, ക്യൂ റയർ ഈക്വൽ ടു വാല്യൂ, ക്യൂവിൻ റയറിലേക്ക് വാല്യൂനെ കൊടുക്കാം. അഗെയിൻ ഇനി ആഡ് ചെയ്യാലോടാ, റയർ 2 അല്ലേ, n 4 അല്ലേ, റയർ ലെസ് ദാൻ n അല്ലേ, യെസ്. അപ്പൊ എന്ത് ചെയ്യാം, കൂട്ടാം, ആഡ് ചെയ്യാം. എങ്ങനെ ആഡ് ചെയ്യും, ആദ്യം റയർ ഈക്വൽ ടു റയർ +1, റയറിനെ ഒന്ന് ചാടിച്ചിട്ട് ഇതാക്കാ റയർ അല്ലേ. ദെൻ എന്ത് ചെയ്യാം, ക്യൂ റയർ ഈക്വൽ ടു വാല്യൂ, എന്ത് ചെയ്യാം, വാല്യൂ വെക്കാം ക്യൂവിൻ റയറിലേക്ക്. ഇനി പറ്റുമോ, ഇപ്പൊ നമ്മൾ റയർ 3 ആണ്, n 4 ആണ്, കണ്ടീഷൻ ട്രൂ അല്ലേ, റയർ ലെസ് ദാൻ n അല്ലേ ഇപ്പോൾ, യെസ് അതെ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, റയർ ഈക്വൽ ടു റയർ +1, റയറിന് എന്ത് ചെയ്യാം, ഒന്ന് കൂട്ടാം. ഇപ്പൊ ഇതാണ് റയർ, ക്യൂ റയർ ഈക്വൽ ടു വാല്യൂ, അതായത് റയറിലേക്ക് ആരെ വെക്കുക, വാല്യൂ വെക്കാം. ഇനി പറ്റൂടാ, ഇപ്പൊ റയർ ഈക്വൽ ടു n, ഈ കണ്ടീഷൻ തെറ്റി അല്ലെ, റയർ ഈക്വൽ ടു n ലെസ് ദാൻ അല്ല. ഇനി ഇൻസേർട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കൂടാ, ഓവർഫ്ലോ സംഭവിക്കും. ഓക്കെ അല്ലേടാ, ഇതാണെന്ത്, ക്യൂവിന്റെ ഇൻസേർഷൻ അൽഗോരിതം. അപ്പൊ ക്യൂവിന്റെ ഇൻസേർഷൻ അൽഗോരിതം 2 സെക്ഷൻ ആയിട്ടാണ് പോണത്. ഈ ഫസ്റ്റത്തെ ആൾ ഇൻസേർട്ട് ചെയ്യാനുള്ള സെക്ഷൻ ആണ് എന്ത്, ഇത്. അതായത് -1 ഫ്രണ്ടിനെ റയറിനെ 0 കൊണ്ടുവെക്കണം, ഫസ്റ്റത്തെ ആൾ ഇൻസേർട്ട് ചെയ്യണം. ബാക്കിയുള്ള എല്ലാ ആൾക്കാരുടെയും കണ്ടീഷൻ ആണെന്ത്, ഇതല്ലേ. സ്ഥലം ഉണ്ടോ എന്ന് നോക്കുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു, സ്ഥലം ഉണ്ടോ എന്ന് നോക്കുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു എന്ന് അറിഞ്ഞിട്ട് പിന്നെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഓവർഫ്ലോ സംഭവിക്കുന്നു. ഇതാണ് പിള്ളേർ എന്ത്, ക്യൂവിന്റെ ഇൻസേർഷൻ അൽഗോരിതം. ഇനി അടുത്തത്, ക്യൂവിന്റെ ഇൻസേർഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് വൺ എന്താ, ക്യൂവിന്റെ ഡിലീഷൻ അൽഗോരിതം ആണ്. ഓക്കെ, ഡിലീഷൻ അൽഗോരിതം. അപ്പൊ ക്യൂവിന് ഇൻസേർഷൻ നടക്കാം റയർ എൻഡിലാണ് അല്ലെ. ഓരോ ഇൻസേർഷനിലും നമ്മൾ ആരെ കയറ്റി കൊണ്ടുപോകണം, റയർ കയറ്റി കൊണ്ടുപോകില്ല. പക്ഷേ ഡിലീഷൻ നടക്കുക ഏതെന്റില്ല, ഫ്രണ്ട് എൻഡിലാണ്. അതായത് ഓരോ ഡിലീഷനിലും നമ്മൾ ആരെ കയറ്റി കൊണ്ടുപോകണം, ഫ്രണ്ട് എൻഡിനെ കയറ്റി കൊണ്ടുപോകണം. അതായത് ഇതൊരു ക്യൂ ആണെന്ന് വിചാരിക്കാം മക്കളെ, ഇതൊരു ക്യൂ ആണ്, ഇതിനകത്ത് കുറച്ച് ആൾക്കാരുണ്ട്, ഫില്ലായിട്ടിരിക്കുകയാണ്. ഇത് റയർ എൻഡ്, ഇത് ഫ്രണ്ട് എൻഡ്. ഓക്കെ, ഓരോ ഡിലീഷനിൽ എന്ത് സംഭവിക്കൂടാ, ഇപ്പൊ ഇതല്ല ഫ്രണ്ട്, ഫസ്റ്റത്തെ ആളെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താവും, ഇതാവും ഫ്രണ്ട് അല്ലെ. രണ്ടാമത്തെ ആളെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താവും, ഇതാവും ഫ്രണ്ട്. മൂന്നാമത്തെ ആളെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതാവും ഫ്രണ്ട് അല്ലെ. നാലാമത്തെ ആളെ കളഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് റയർ ഈക്വൽ ആയി. ഇയാളെയും കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട് ഇപ്പുറത്തേക്ക് പോയി. ഓക്കെ, അപ്പൊ ഓരോ ഡിലീഷനിലും ആര് കയറി പോവും, ഫ്രണ്ട് കയറി പോവും. ഇനി എല്ലാവരെയും കളഞ്ഞു കഴിയുമ്പോ എന്ത് സംഭവിക്കും, ഫ്രണ്ട് റയറിന്റെ അപ്പുറത്തേക്ക് പോകും. ദാറ്റ് മീൻസ് ഇനി ആരെങ്കിലും കളയാനുണ്ടാ, ഇല്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ MTQ ആയിട്ട് പ്രഖ്യാപിക്കണം. ക്യൂ empty ആണെങ്കിൽ ഇത് 0, ഇത് 1, ഇത് 2, ഇത് 3, 4. ഞാൻ തൊട്ട് മുന്നേ MTQന്റെ കണ്ടീഷൻ പഠിപ്പിച്ചിട്ടുള്ള MTQല് ഫ്രണ്ടും റയർ എവിടെയായിരിക്കും, -1 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫോഴ്സ്ഫുള്ളി ഫ്രണ്ടിനെ റയറിനെ കൊണ്ട് എവിടെ സെറ്റ് ചെയ്യണം, -1 സെറ്റ് ചെയ്യണം. അപ്പൊ ഇതാണ് ഡിലീഷൻ അൽഗോരിതം. അപ്പൊ എങ്ങനെയാണ് നോക്കാം,
ഓക്കെ, നമുക്കൊരു ക്യൂ വരയ്ക്കടാ. ഇതേ ഒരു ക്യൂ ആണ്. ഈ ക്യൂവില് ഇപ്പോ നിറച്ച ആൾക്കാരുണ്ട്. ഓക്കെ, ഇതാണ് ഫ്രണ്ട് എൻഡ്, ഇതാണ് കറന്റ്ലി റയർ എൻഡ്. ഓക്കെ, ഡിലീറ്റ് ചെയ്യാം. അപ്പൊ ഡിലീറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഞാൻ ഇൻഡെക്സ് നമ്പർ ഇറക്കിയാണ്. ഇത് -1 0 1 2 3. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഫ്രണ്ടിന്റെ വാല്യൂ -1 കൂടുതലാണെങ്കിൽ, ഇപ്പൊ എത്ര ഫ്രണ്ടിന്റെ വാല്യൂ 0 ലാണ്. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഇല്ലേ? അപ്പൊ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ഇഫ് ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1, അതായത് ഫ്രണ്ടിന്റെ വാല്യൂ അറ്റ്ലീസ്റ്റ് -1 കൂടുതലാണെങ്കിൽ അവിടെ ആളുണ്ട് അല്ലെ. അതേമാതിരി തന്നെ ഫ്രണ്ടിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കണം? ഫ്രണ്ട് ഡിലീറ്റ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഫ്രണ്ടിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കണം? റയറിനേക്കാൾ കുറവായിരിക്കണം. അതായത് ക്യൂവിൽ ആളുണ്ടാവണം. ആളുണ്ടാവുന്ന കണ്ടീഷനാണ് എന്ത്? ഫ്രണ്ടിന്റെ വാല്യൂ -1 കൂടുതലായിരിക്കണം, ഫ്രണ്ടിന്റെ വാല്യൂ റയറിനേക്കാളും കുറവായിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അതിന്റെ അർത്ഥം ക്യൂവിൽ ആരുണ്ട്? ആളുണ്ട്. അപ്പൊ ക്യൂവിൽ ആളുണ്ടോ എന്ന് ചോദിക്കുന്ന കണ്ടീഷൻ എന്താ? ഒന്നാമത്തെ കണ്ടീഷൻ ഫ്രണ്ടിന്റെ വാല്യൂ -1 കൂടുതലായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ ഫ്രണ്ടിന്റെ വാല്യൂ റയറിനേക്കാളും കുറവായിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ക്യൂ ആരുണ്ടോ? ആളുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഫ്രണ്ടിന് ഡിലീറ്റ് ചെയ്തോണ്ടിരിക്കാം അല്ലെ. അപ്പൊ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ആളുണ്ട്. ഈ രണ്ട് കണ്ടീഷൻ നമ്മുടെ കേസിൽ സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഡിലീറ്റ് ചെയ്യാം. വാല്യൂ ഈക്വൽ ടു ക്യൂ ഫ്രണ്ട്, അതായത് ക്യൂ ഫ്രണ്ടിൽ നിന്ന് ആരെ കളയാം? വാല്യൂ കളയാം. ക്യൂ ഫ്രണ്ടിൽ നിന്ന് വാല്യൂ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇയാളല്ല ഫ്രണ്ട്, ഇതാണ് ഫ്രണ്ട്. അതായത് ക്യൂ ഫ്രണ്ടിൽ നിന്ന് വാല്യൂ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായി? ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് +1. ഒന്നങ്ങോട്ട് ചാടി. ഓക്കെ അല്ലേ? ഇനി കളയാൻ പറ്റുമോ? ഈ രണ്ട് കണ്ടീഷൻ ഇപ്പോൾ സാറ്റിസ്ഫൈ ചെയ്യല്ലേ? ഇനി കളയാലും കളയും. വാല്യൂ ഈക്വൽ ടു ക്യൂ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ക്യൂ ഫ്രണ്ടിൽ നിന്നും വാല്യൂ പോയി. വാല്യൂ പോയി സംഭവിക്കും? ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് +1. ഫ്രണ്ട് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ചാടും. ഇനി കളയാൻ പറ്റൂലടാ അല്ലെ? കണ്ടീഷൻ ശരിയല്ലേ? ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ -1 അല്ലേ? കളയാലോ. കളയാം. വാല്യൂ ഈക്വൽ ടു ക്യൂ ഫ്രണ്ട്. ക്യൂ ഫ്രണ്ടിൽ നിന്ന് വാല്യൂ പോയി. വാല്യൂ പോയി സംഭവിക്കും? ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് +1. ഇപ്പൊ ഇതാണ് ഫ്രണ്ട് അല്ലേടാ? ഇനിയും കളയാലോ. കണ്ടീഷൻ ശരിയല്ലേ? ഇനിയും കളയാലേ. വാല്യൂ ഈക്വൽ ടു ക്യൂ ഫ്രണ്ട്. ഫ്രണ്ടിൽ നിന്ന് വാല്യൂ പോയി. വാല്യൂ പോയി കഴിഞ്ഞാൽ ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് +1. ഫ്രണ്ട് എവിടെ എത്തി? ഇപ്പുറത്ത് എത്തി അല്ലെ? ഇനി കളയാൻ പറ്റൂടാ? ഓക്കെ, ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഓക്കെ, ബട്ട് ഈ കണ്ടീഷൻ തെറ്റിയില്ലടാ. ഫ്രണ്ട് ലെസ് ദാൻ റയർ അല്ലല്ലോടാ, ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റയർ ആയില്ലേ? ഇനി കളയാൻ പറ്റും? ഇനി കളയാൻ പറ്റില്ല. ഇനി കളയാൻ നോക്കി എന്ത് സംഭവിക്കൂടാ? അണ്ടർഫ്ലോ സംഭവിക്കും. ഇനി കളയാൻ നോക്കി എന്ത് സംഭവിക്കൂടാ? അണ്ടർഫ്ലോ സംഭവിക്കും. ഓക്കെ അല്ലേ? ഇനി ഇപ്പൊ ഓൾറെഡി നമ്മുടെ ക്യൂ എംപ്റ്റി ആയിട്ടുണ്ടല്ലേ? അതായത് എല്ലാവരെയും കളഞ്ഞ് ഫ്രണ്ട് റയറിന്റെ അപ്പുറത്തേക്ക് എത്തി ക്യൂ എംപ്റ്റി ആയിട്ടുണ്ട്. പക്ഷെ മക്കളെ ക്യൂവിന്റെ MTQന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫ്രണ്ടും റയർ എവിടെ ഇരിക്കണം? -1 അപ്പൊ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ഈ ഫ്രണ്ടിനെ റയറിനെ കൊണ്ട് എവിടെ സെറ്റ് ചെയ്യണം? -1 കൊണ്ട് സെറ്റ് ചെയ്യണം. അതായത് ഇഫ് ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റയർ, ഡിലീറ്റ് ചെയ്ത് ഫ്രണ്ട് റയറിന്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫ്രണ്ട് ഈക്വൽ ടു റയർ ഈക്വൽ ടു -1. ഫ്രണ്ട് റയറിനെ എവിടെ കൊണ്ട് സെറ്റ് ചെയ്യണം? -1 കൊണ്ട് സെറ്റ് ചെയ്യണം. അതാണ് MTQന്റെ കണ്ടീഷൻ. എൻഡ് ഓഫ് സ്റ്റോപ്പ് കഴിഞ്ഞു. ഇതാണ് പിള്ളേരുന്നത് ക്യൂവിന്റെ ഡിലീഷൻ അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ മെയിൻ ആയിട്ടുള്ള 4 അൽഗോരിതങ്ങൾ ഡിസ്കസ് ചെയ്തു. അടുത്തൊരു കൺസെപ്റ്റ് ആണ് പിള്ളേർ എന്ത്? സർക്കുലാർ ക്യൂ. സർക്കുലാർ ക്യൂ. നമ്മളൊരു ക്യൂവിനെ പിടിച്ചിനെ വളച്ചു വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടിയാണ് എന്ത്? സർക്കുലാർ ക്യൂ. ഇവിടെ നോക്കി, ഇതാണ് ഫ്രണ്ട് എൻഡ് അല്ലേ? ഇതാണ് ഈ ക്യൂവിന്റെ ഫ്രണ്ട് എൻഡ്. ഇത് ഫ്രണ്ട് എൻഡ്, ഇത് റയർ എൻഡ്. ഇൻസേർഷൻ എവിടെ നടക്കുക? റയർ എൻഡില്. ഡിലീഷൻ എവിടെ നടക്കുക? ഫ്രണ്ട് എൻഡില്. ഇവിടെ ഇത് പോകുന്നതിനനുസരിച്ച് കറങ്ങിക്കൊണ്ടേ ഇരിക്കും അല്ലെ? സ്ഥലം വേസ്റ്റ് ആവില്ല അല്ലെ? ഇങ്ങനെ ഫ്രണ്ട് എൻഡും റയർ എൻഡും ജോയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ക്യൂവിനെ പറയുന്ന പേരാണെന്ത്? സർക്കുലാർ ക്യൂ. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് ലീനിയർ ക്യൂ, ഇപ്പൊ പഠിക്കുന്നതാണെന്ത്? ഈ കാണിച്ചതാണെന്ത്? സർക്കുലാർ ക്യൂ. ഈ ഫിഗർ അടക്കം പഠിച്ചു വെക്കുക. എ ക്യൂ ഇൻ വിച്ച് എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ റോ ഓർ കോളം ഈസ് കോൾഡ്, അത് ലീനിയർ ക്യൂ ആണ്. അറേഞ്ച്ഡ് ഇൻ എ സർക്കുലാർ വേ, അതാണെന്ത്? സർക്കുലാർ ക്യൂ എന്ന് പറയുന്നത്. ചെറിയൊരു പ്രിന്റിൽ മിസ്റ്റേക്ക് ഉണ്ടോ? ഓക്കെ, അപ്പൊ സർക്കുലാർ ക്യൂവിന്റെ ഫിഗർ നോക്കി വെക്കാം. നെക്സ്റ്റ് വന്നാണെന്ത്? ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റിലെ ഓപ്പറേഷൻസ് തൊട്ട് മുന്നേ പഠിച്ച അൽഗോരിതങ്ങളുടെ അത്രയും ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും ലിങ്ക്ഡ് ലിസ്റ്റ് എന്താണെന്നുള്ളത് വെരി ഇമ്പോർട്ടന്റ്, എപ്പോഴും ചോദിക്കാറുണ്ട്. ഒരു കാര്യം കൂടി ഉണ്ടോ? നമ്മൾ കുറെ ഡാറ്റ സ്ട്രക്ചർ പഠിച്ചതിൽ ഒരേ ഒരു ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറേ ഉള്ളൂ, അത് ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. അത് ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ഓക്കെ, ലിങ്ക്ഡ് ലിസ്റ്റ് ഈ ഫിഗർ കണ്ടാൽ പടം കിട്ടും അല്ല, കൺസെപ്റ്റ് കിട്ടും. എ ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് എ കളക്ഷൻ ഓഫ് നോഡുകളുടെ കളക്ഷൻ ആണ് അല്ലെ? ഓരോ നോഡിനും 2 പാർട്ട് ഉണ്ട്. എന്തൊക്കെയാ? ഡാറ്റ സ്റ്റോറിംഗ് പാർട്ട് ഉണ്ട്,
അടുത്ത നോഡിന്റെ നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യുന്ന പാർട്ടും ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഡാറ്റ പാർട്ടും ഉണ്ട്, അടുത്ത നോഡിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യുന്ന പാർട്ട്, അല്ലെങ്കിൽ അടുത്ത നോഡിലേക്ക് ഒരു പോയിന്റർ ഉണ്ട്. ഈ പാർട്ടിനെ പറയുന്ന മറ്റൊരു പേരാണ് അടുത്ത നോഡിലേക്കുള്ള ലിങ്ക്. അപ്പൊ രണ്ട് രീതിക്ക് പറയാം അല്ലെ. എന്തൊക്കെയാ? ഓരോ നോഡിനും രണ്ട് ഭാഗമുണ്ട്, ഒരു ഡാറ്റ പാർട്ടും ഉണ്ട്, ഒരു അഡ്രസ് പാർട്ടും ഉണ്ട്, അല്ലെങ്കിൽ ലിങ്ക് പാർട്ടും ഉണ്ട്. അടുത്ത നോഡിലേക്കുള്ളൊരു ലിങ്ക് പാർട്ടും ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് നോഡിന്റെ അഡ്രസ് ഹെഡ് അഥവാ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു നോഡിൽ ഉണ്ടാവും. ദെൻ ലാസ്റ്റ് നോഡിന്റെ അഡ്രസ് പാർട്ടിൽ അപ്പുറത്തെ അഡ്രസ് നോടാ, അപ്പൊ ഇവിടെ എന്ത് വാല്യൂ ഉണ്ടാവും? ഒരു നൾ വാല്യൂ ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ ഈ കഥയോട് പറഞ്ഞാൽ ലിങ്ക് ലിസ്റ്റ്. എഴുതി വായിച്ചു നോക്കി. ഇറ്റ് ഈസ് എ ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. ദർ ഈസ് നോ ലിമിറ്റ് ഓഫ് നമ്പർ ഓഫ് ഐറ്റം. എത്ര ആൾക്കാർ വേണമെങ്കിലും വരാം. അപ്പൊ ഡൈനാമിക് ആണ് നമ്മൾ പറഞ്ഞാണ് അല്ലെ. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് നോഡ്സ്. അതെ, നോഡുകളുടെ കളക്ഷൻ ആണ്. എ നോഡിന്റെ ലിങ്ക്ഡ് ലിസ്റ്റ് കൺസിസ്റ്റ് ഓഫ് അല്ലെങ്കിൽ കണ്ടെയ്ൻസ് എന്തൊക്കെ ഉണ്ടാവും? ഡാറ്റ ഉണ്ടാവും. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് എലമെന്റ്. അടുത്ത എലമെന്റിന്റെ അഡ്രസ് ഉണ്ടാവും. ഇത് അഡ്രസിന്റെ നോഡ് ഈസ് ഓൾസോ കോൾഡ് ലിങ്ക്. ആ അഡ്രസിനെ പറയുന്ന മറ്റൊരു പേരാണെന്ത്? ലിങ്ക്. ഓക്കെ അല്ലേ? This is arranged in such a way that the first node contains the address of the second node. First node second node in address, second node third node in address, and so on. The last node contains the value null in the link part. Last node മാത്രം address part ആയിരിക്കും null value ആയിരിക്കും. Address of the first node is stored in a variable called start. First node ന്റെ address എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക? start എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആയിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ, പാഠം കഴിഞ്ഞു. അപ്പൊ അൽഗോരിതങ്ങൾ വൃത്തിക്ക് പഠിക്കുക, അത് കഴിഞ്ഞ് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നോക്കുക, ലിങ്ക്ഡ് ലിസ്റ്റും പഠിക്കുക. പാഠം കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.